ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ നമ്മളുടെ ഈ ഒരു ചാനലിൽ വീണ്ടും ഒരു വോയിസ് ഓവർ കൊടുത്തിട്ടൊരു വീഡിയോ ആയിട്ട് ഇടുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് പഴയ ആ വീഡിയോസൊക്കെ കണ്ട് ഒന്നും കൂടെ പഠിച്ച ശേഷം ഞാൻ വീണ്ടും വീഡിയോ ആയിട്ട് വോയിസ് ഓവർ എടുക്കണം കേട്ടോ. എനിക്ക് മൊത്തത്തിലൊരു മൈൻഡ് ഔട്ട് ആയിട്ടായിരുന്നു. അപ്പോൾ ഇതാ ഇന്ന് നമ്മൾ പുറത്തു പോകേണ്ട ഒരു ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് എന്തായാലും ഇതിലെടുത്ത് അപ്ലോഡ് ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. കാരണം നമുക്കിതൊരു മെമ്മറി ആണല്ലോ എല്ലാം കൊണ്ടും. അപ്പോൾ നമ്മൾ പോയത് പെരിന്തൽമണ്ണയിലെ സ്കൈ ഗോൾഡിൻ്റെ ഒരു ഇനാഗ്രേഷൻ നമ്മളെയും കൂടെ അവർ ഇൻവൈറ്റ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി പോയതാണ്. രാവിലെ ആയിരുന്നു, പക്ഷെ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഏകദേശം ഉച്ചയായിട്ടോ. കാരണം മോൻ്റെ മദ്രസയും കാര്യങ്ങളൊക്കെ വെറുതെ ലീവ് എടുക്കണ്ടാലോ എന്ന് വെച്ചിട്ട് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സമാധാനത്തിലാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോഴേക്കും അവിടെ ഏകദേശം തിരക്കൊക്കെ ഒരുവിധം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പോയപ്പോൾ നമുക്ക് റിലാക്സ് ആയിട്ട് സമാധാനത്തിൽ നോക്കാനുള്ള ആ ഒരു സമയം കിട്ടിയിട്ടോ. അല്ലാന്ന് വെച്ചാൽ ഫുള്ള് തിരക്കായിട്ട് നമ്മൾ ഒന്നിനും ടൈമില്ലാത്ത പോലെ ആവില്ലേ. ഇന്നിപ്പോൾ അതിൻ്റെ ഒന്നും ഇതുണ്ടായിരുന്നില്ല, തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശമൊക്കെ തിരക്ക് കഴിഞ്ഞിരിക്കണു. പിന്നെ ഇതാ നമ്മളെ ഇൻവൈറ്റ് ചെയ്ത ആൾ ഇദ്ദേഹമാണ് കേട്ടോ, സാദിഖ് സാറ്. അപ്പോൾ നമുക്ക് സ്പെഷ്യലി മോളിന് ഭയങ്കര കാര്യമാണ്. നമ്മൾ വീഡിയോസ് ഇടുന്നൊക്കെ ആൾ കാണാറുണ്ട്, പറയാറുണ്ട്. പിന്നെ അപ്പോൾ അങ്ങനെ ഇതിന് മുന്നേ മോള് ചെറുതായിരിക്കുമ്പോൾ നമ്മൾ അവരുടെ ഇതിൽ ഷോപ്പിൽ പർച്ചേസിങ്ങിന് പോകുമ്പോൾ മോൾക്ക് ഗിഫ്റ്റൊക്കെ വാങ്ങി തന്നിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇനി അതാ അവിടുത്തെ ഭയങ്കര കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒക്കെ ഗോൾഡ് റേറ്റ് ഓവറായതുകൊണ്ട് ലൈറ്റ് വെയ്റ്റിൻ്റെ ഐറ്റംസ് ഒരുപാടുണ്ടായിരുന്നു. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റംസ്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു മോഡലിൽ നല്ല ഭംഗിയിലുള്ള ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾ അവരവരുടേതായിട്ടുള്ള കളിയിൽ നിന്നതായി. പിന്നെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ സാറന്നെ നമുക്കെല്ലാം സെറ്റാക്കിയിട്ട് അവൻ്റെ അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ തൊട്ട് മേലെ തന്നെയാണ് കേട്ടോ നമുക്ക് ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. അവിടെ ബാക്കി അവൻ്റെ സ്റ്റാഫുകളൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മളത് താഴെ വന്നു. പിന്നെ ചെറിയ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തു. ഇനി നേരെ അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ ഇത്രയും ലോങ് പോയതല്ലേ, അപ്പോൾ അവിടെ അടുത്തല്ല, നമ്മൾ റിട്ടേൺ വരുന്ന വഴിക്ക് കുറച്ചും കൂടെ കണ്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ശരി ഇന്ന് പാർക്ക്, അവിടെ ജിസാൻ പാർക്ക് കണ്ടൊരു സംഭവം ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നാൽ ശരി എന്നിട്ട് ഇനി അങ്ങോട്ടേക്കുള്ള യാത്ര ഉണ്ട്. മെനക്കെട്ടിട്ട് ഇതിനായിട്ട് വരില്ലല്ലോ. അപ്പോൾ അത് വന്നിട്ട് ശരി എന്നാൽ അതിനും കൂടെ പോയിട്ട് പോകും. എന്തായാലും ഒരു കുട്ടികൾക്കൊരു എൻ്റർടൈൻമെൻ്റ് ആയല്ലോ എന്നോട് വിചാരിച്ചിട്ട് നമ്മൾ അവിടേക്ക് പോകണം കേട്ടോ. ഇത് വന്നിട്ട് ശരിക്കും ഒരു മല തന്നെ കേട്ടോ. ശരിക്കും ഒരു മല തന്നെയാണ്. നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ, കാണാനൊക്കെ ഒത്തിരി. പിന്നെ ഞങ്ങൾ പോയ അന്നത്തെ ദിവസം ഭയങ്കര നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. കാരണം അതിൻ്റെ തലേ ദിവസമൊക്കെ നല്ല മഴ പെയ്തിരുന്നു. ഇന്നെന്തോ ഞങ്ങൾ പോയ ദിവസം അന്നെന്തോ മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് നേരെ നടന്ന് ഫുൾ എൻജോയ് ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ പിന്നെ മഴയും കാര്യങ്ങളൊക്കെ ആയി പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ ഇനി ആ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടിട്ട് വരും കേട്ടോ. ഞാൻ വെറുതെ വോയിസ് ഓവർ കൊടുത്തിട്ട് ഒരുപാട് ലോങ് ആക്കണ്ടല്ലോ. അഗ്രികൾച്ചർ ജിസാൻ പാർക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇതിൻ്റെ എന്താണോ നല്ല തൈകൾ, കുട്ടി കുട്ടി തൈകളായിരിക്കും കേട്ടോ. അതിൽ നിന്ന് നല്ലോണം മാങ്ങയും ചക്കയും അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് നിൽക്കുന്നതിൻ്റെയൊക്കെ അവരവിടെ ഇതാക്കിയതിൻ്റെ ഫോട്ടോസല്ല അവിടെയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും നമ്മളിങ്ങനെ ഓരോരോ പാർട്ടായിട്ട് വളഞ്ഞിട്ട് അതിൻ്റെ മല പോലെ മലയ്ക്ക് കയറിങ്ങനെ കേട്ടോ. ഏറ്റവും മേലെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പേസ് ഉള്ളത്. ഞാനത് കൂടെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇനി കുട്ടികളെയും കൂട്ടിയിട്ട് അവർക്കൊരു എൻജോയ്മെൻ്റ് അല്ലേ, അപ്പോൾ അവർ നടന്നു കേട്ടോ. പിന്നെ എടുക്കാനും പിടിക്കാനൊന്നും പറഞ്ഞില്ല. പിന്നെ അവരിനായിട്ട് അങ്ങനെ നേരെ പോയിട്ടോ. അവിടെ ഈ റോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, സൈക്കിൾ റോപ്പ് ഉണ്ട്, ഇതുണ്ട്. പിന്നെ അങ്ങനെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പിന്നെ അതിലൊന്നും കയറിയില്ല. ഇങ്ങനെ കുട്ടികളുടെ ജസ്റ്റ് അവൻ്റെ ഒരു മെയിനായിട്ടുള്ളത് അവിടെ ഈ കുട്ടികൾക്കുള്ള ഈ ഉരുസിപ്പാലും കാര്യങ്ങളൊക്കെ ഉണ്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ ഇത്ര ഹൈറ്റിൽ എത്തിയിട്ടുണ്ട്. ഇനിയും ഉണ്ട് കേട്ടോ, ഒരുപാട് മേലെത്തിയിട്ടുള്ള വ്യൂസും ഉണ്ട്. അപ്പോൾ കണ്ടോ നമ്മൾ ഒരുവിധം പിന്നെ ഹൈറ്റിലെത്തിയിട്ടോ. ഈ ഒരു ഭാഗം ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. മറ്റേ ആ ഫ്ലൈറ്റിൻ്റെ നമ്മളുടെ കുഞ്ഞാപ്പൂൻ്റെ ആ ഒരു വീഡിയോ എടുത്തിരുന്നു ആ ഭാഗത്ത് വെച്ചിട്ട്.
കുഞ്ഞാപ്പൂൻ്റെ ഒരു കോമഡി സീൻ ഇതിൽ നിന്ന് എടുത്തിരുന്നു. മെയിനായിട്ട് അവിടെ കുട്ടികൾ കളിക്കാനുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഈ ഒരു ഉരുസിപ്പാലം തന്നെയാണ് കേട്ടോ. അത് പല മോഡലിലും ആണെന്ന് മാത്രം, അല്ലാതെ ഒക്കെ ഒരേതല്ല. ഒന്ന് വന്നിട്ട് ഫ്ലൈറ്റ് ആണെങ്കിൽ ഒന്ന് വന്നിട്ട് ഇങ്ങനെ, പിന്നെ ഉള്ളിക്കൂടെ വന്നിട്ട് വീഴുന്നത്, അങ്ങനെ ഓരോരോ ടൈപ്പായിട്ട് കേട്ടോ. പിന്നെ അതാ നല്ല വ്യൂ ആണ് കേട്ടോ അവിടെ മേലെ. ഏതുണ്ടോ, ഭയങ്കര ഇഷ്ടമായി. പറഞ്ഞാൽ ഞങ്ങൾ ആ ഒരു ടൈമിങ് ഞങ്ങളുടെ കറക്റ്റായിരുന്നു. അവിടെ പോയി നമുക്ക് ആ ഒരു ഉച്ച നേരമല്ല, എന്നാൽ നല്ല വൈകുന്നേരത്തായതുകൊണ്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ ആ ഒരു സമയം. പിന്നെ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറേ രക്ഷപ്പെട്ടു. കുട്ടികളെയും കൊണ്ടൊക്കെ പിന്നെ കളിക്കാൻ അവർക്ക് എൻജോയ് ചെയ്യാനുള്ളതായി. ഇവിടെയാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. അവിടെ ആ ഒരു സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമായ ഒരു പ്ലേസ് അതാണ്. അപ്പോൾ മറ്റേ ഏറ്റവും മേലെയാണ് കേട്ടോ. ഇവിടെയാണ് ലാസ്റ്റ് എൻഡിങ് വരുന്നത്, ഇവിടെയാണ്, ഇതിന് മേലെയല്ല. അപ്പോൾ കുറച്ച് സമയം അവിടെ കുട്ടികളിനൊക്കെ ആയിട്ട് തന്നെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോസൊക്കെ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.